ഈ ഒരു കാലഘട്ടത്തിൽ ഫോർമേഷൻ എന്നുള്ള വാക്കിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നില്ല. ഒരു കാലഘട്ടത്തിൽ ശക്തമായി പറഞ്ഞിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഫോർമേഷൻ ആവശ്യമില്ലാത്തത് കൊണ്ടല്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, എനിക്കൊരു ഫോർമേഷൻ ഉണ്ടാവണം, എനിക്കൊരു ഫോർമേറ്റീവ് മോൾഡ് ഉണ്ടാവണം, ഒരു ഡൈ ഉണ്ടാവണം, പ്രാക്ടീസസ് ഉണ്ടാവണം, ഡിസിപ്ലിൻസ് ഉണ്ടാവണം എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെങ്കിൽ ദ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് യു ലിവ് ഈസ് consistently, the narrative in which you live is consistently taking you to conduct your life in such a way that the ontology is irrelevant and optics is more important. നീ എങ്ങനെ നിന്നെ അവതരിപ്പിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമായി കാണുന്ന ഒരു കാലഘട്ടത്തിൽ. ഇന്നത്തെ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന മറ്റൊരു വാക്കാണ് ബിഞ്ച് വാച്ചിങ്. കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ വാക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ നിങ്ങൾ ടി വി കാണാനിരിക്കുന്നത് എങ്ങനെ? നമുക്ക് സംസാരിക്കാം അല്ലേ? നമുക്ക് ഇങ്ങനെ ഇടയ്ക്കൊന്ന് സംസാരിക്കാം അല്ലേ? നിങ്ങൾ ടി വി കാണാനിരിക്കുന്നത് എങ്ങനെ? ടി വി കാണാനിരിക്കുന്നത് എങ്ങനെ? കസേര ഇരിക്കും. എന്നാൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഞാനൊക്കെ ഇപ്പോഴും ഓർക്കുന്നത്, നമ്മളൊക്കെ പണ്ട് കാലങ്ങളിൽ ഒരു സിനിമ കാണാനിരുന്നാൽ നമ്മൾ കയ്യിലുള്ളതെല്ലാം മാറ്റി വെച്ചിട്ട് സ്വസ്ഥമായിട്ടിരുന്നൊരു മൂവി കാണണം എന്ന് ഇപ്പോഴും ഓർക്കുന്നു. കുട്ടിക്കാലത്തുനിന്ന് ഒരു ടി വി പോലും വീട്ടിലില്ല കേട്ടോ. ഞായറാഴ്ച 4 മണിക്ക് അയൽക്കാരൻ്റെ വീട്ടിൽ പോയി 4 മണിക്കത്തെ ചില മൂവി ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? സാധ്യതയില്ല. ആ 4 മണിക്ക് അവർ വീട് തുറന്നു തരും. അവിടെ പോയിരുന്ന് ഒരു മൂവി കാണുമ്പോൾ കയ്യിലൊന്നുമേ ഇല്ല, ഇങ്ങനെ ഇരുന്ന് കാണുകയാണ്. എന്നാൽ ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇരുന്ന് ടി വി കാണുമ്പോൾ അമ്മമാർക്ക് ഇതില്ലെങ്കിൽ അമ്മമാർക്ക് പറ്റത്തില്ല. വെക്കടാന്ന് പറയുമ്പോൾ വെച്ചിട്ട് അപ്പോൾ ഈ കൈ ഇങ്ങനെ വന്നിട്ട് പിന്നെ എടുത്തുകൊണ്ട് പോകും. കാരണം അറിയാമോ? യു ആർ ടെംപ്റ്റഡ് to switch the channels at a constant speed, and what is happening in that process, unknowingly you are taken to different knowledge, but realistically nothing is engaging with you. Any of this knowledge system is not making any impact, deep-rooted impact in you. You are taken to the world of screens, but nothing is captivating you. വ്യത്യസ്തമായ ചിത്രങ്ങൾ, ഇങ്ങനെ ഫ്ലാഷിംഗ് ഇമേജസ്, മാറി മാറി വരുന്ന ചിത്രങ്ങൾ ഇങ്ങനെ മുമ്പിൽ വരികയാണ്. നമ്മളതെല്ലാം കാണുന്നുണ്ട്. വി ആർ എൻജോയിങ് ദാറ്റ്. പക്ഷേ വി ആർ നോട്ട് ടേക്കിംഗ് എനിത്തിങ് ഫ്രം ഇറ്റ്. അതിൽ നിന്ന് നമ്മളൊന്നും. അതുകൊണ്ട് തന്നെ ഈ കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് പറയുന്നത് attention being split into tiny parts. When that happens, information doesn't move into deeper understanding or influence, resulting in shallow conception and surface engagement. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. We are not being moved by anything. We are not being moved by any realities, whether is constructive or destructive. നമ്മളെ നിർമ്മിക്കുന്നതായോട്ടെ, നമ്മളെ അപനിർമ്മിക്കുന്നതായിക്കോട്ടെ, ഏത് തരത്തിലുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളും സ്ഥായിയായുള്ള സ്വാധീനങ്ങൾ, വേരുകൾ നമ്മുടെ ഉള്ളിൽ പതിപ്പിക്കുന്നില്ല. കാരണം we are succumbed to watch the moving flashes. ഈ ഒരു കാലഘട്ടത്തിൽ മക്കളെ, നിങ്ങളോടും പറയട്ടെ, this word formation is utmost important. ഇത് പഠിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റുഡൻസ് കോൺഫറൻസിൽ ഈ വർഷം ആയിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മുമ്പോട്ട് നീങ്ങാം. ആ വേദഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ ഞാൻ മുമ്പ് ചോദിച്ചതുപോലെ, ഞാൻ വെറുതെ ചോദിച്ചതല്ല കേട്ടോ, ദർ ഇസ് എ പർപ്പസ്. ആ വേദഭാഗത്തിൽ നിങ്ങൾ കാണുന്ന ഇമേജസ് എന്തൊക്കെയാണ്? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാമോ? നിങ്ങൾ കാണുന്ന ഇമേജസ്. റിക് വേറൻ വായിച്ചിട്ടുണ്ടോ? റിക് വേറൻ, പേർപ്പസ് ഡ്രിവൺ ലൈഫ് വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു ആശയം, എവ്രി വൺ ലിവ്സ് ബൈ എ മെറ്റഫർ ഓഫ് ലൈഫ്, വെദർ യു റിയലൈസ് ഇറ്റ് ഓർ നോട്ട്. എവ്രി വൺ ലിവ്സ് ബൈ എ മെറ്റഫർ ഓഫ് ലൈഫ്, വെദർ യു റിയലൈസ് ഇറ്റ് ഓർ നോട്ട്. That metaphor becomes the lens through which you construct meaning and identity in your life. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾക്ക് ഓരോ രൂപകങ്ങളുണ്ട്.
നിങ്ങൾ അത് അറിയുന്നുണ്ടോ അറിയുന്നില്ലയോ എന്നറിയാം. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചില ഇമേജസ് ഉണ്ട്. ആ ഇമേജ് വെച്ചിട്ടാണ് നിങ്ങൾ ജീവിതത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കും. ആ ഇമേജ് വെച്ചിട്ടാണ് നമ്മൾ ജീവിതത്തെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് ലൈഫ് ഈസ് എ റേസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തീം എന്ന് പറയുന്നത് റണ്ണിങ് ആണ്. ഓടുക, ജീവിതത്തിൽ ഓടുക, ഓടിത്തീരണം, ജീവിതം ഓടിത്തീരണം. ഇനി ലൈഫ് ഇസ് എ പാർട്ടി, ജീവിതം ഒരു ആഘോഷമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരാശയം എന്തായിരിക്കും? ചിൽ. ജീവിതം ആഘോഷിക്കാനുള്ളതാണ്. എന്തിനാ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ച് പെൻഷൻ പറ്റി ജീവിക്കുന്നു? ചിൽ. ജീവിതം എൻജോയ് ചെയ്യാനാണ്. ലൈഫ് ഇസ് എ ബാറ്റിൽ. ജീവിതം ഒരു പോരാട്ടം. ഇന്നലത്തെ തീം പ്രസന്റേഷൻ ലൈഫ് ഇസ് എ ബാറ്റിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള അർത്ഥം എന്താണ്? ഫൈറ്റ്, പോരാടണം. കർത്താവിൽ പ്രിയരെ, പൗലോസ് ഈ അധ്യായത്തിൽ ഈ 2 വാക്യങ്ങളിൽ നമുക്ക് ചില ഇമേജസ് തരുന്നുണ്ട്. ഈ these images are not standalone or isolated images. Rather, they are a cluster of images that gives a vision of life. That's why I titled this slide as Pauline Vision of Life in Christ. ക്രിസ്തുവിലുള്ള ജീവിതത്തിന് ഒരു നല്ല നേർക്കാഴ്ച അപ്പോസ്തലനായ പൗലോസ് നമുക്ക് നൽകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചതുപോലെ അവനോടുകൂടെ നടപ്പീൻ. വാക്ക് വിത്ത് ഹിം. ലൈഫ് ഈസ് എ പിൽഗ്രിമേജ്. ജീവിതം ഒരു തീർത്ഥാടനമാണ്. ബി റൂട്ടഡ് ഇൻ ഹിം. ജീവിതം ഒരു ചെടിയാണ്, ഒരു മരമാണ്. ബിൽറ്റ് അപ്പോൺ. ജീവിതം, ലൈഫ് ഹാസ് ടു ബി കൺസ്ട്രക്റ്റഡ് വിത്ത് certain pieces of building blocks. ജീവിതം പണിയപ്പെടേണ്ടതാണ്, ബിൽഡിംഗ് ആണ്. ലൈഫ് ഹാസ് ടു ബി ടോട്ട്. നിങ്ങൾ പഠിക്കുവീൻ എന്ന് പറയുമ്പോൾ ജീവിതം ഒരു സ്കൂളാണ്. ഏറ്റവും അവസാനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടെയാണ് നമ്മൾ ഈ ക്ലാസ് നിൽക്കുന്നത്. അബൗണ്ടിങ്, ഓവർഫ്ലോയിങ്, ഒഴുകുക എന്ന് പറയുമ്പോൾ ജീവിതം ഒരു ഉറങ്ങുന്ന കുട്ട, ജീവിതം ഒരു പുഴയാണ്. അന്നേരം ജീവിതം ഒരു പുഴയായി നമുക്ക് ഈ ക്ലാസ്സിൽ അവിടെ ഉറങ്ങിത്തീരരുത്, ഒഴുകിത്തീരണം എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം. നമുക്ക് മുമ്പോട്ട് പോകാം. പെട്ടെന്ന് നമുക്ക് ഓരോ വിഷയങ്ങളിലേക്ക് കയറാം. ഒന്ന്, ഗ്രൗണ്ടഡ് ഇൻ. അതായത് നമ്മൾ ഈ ഇമേജ് വെച്ചിട്ടാണ് നമ്മൾ ഈ വേദഭാഗത്തെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത്. ഹോപ്പ് ഇറ്റ്സ് ഫൈൻ. ആർ യു വിത്ത് മീ ടിൽ ദിസ് ടൈം? ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? ഞാൻ താരാട്ട് പാടിയോ? ഇല്ല. ചാഞ്ചാടി വേണ്ട, ആ പാട്ടൊന്നും വേണ്ട. ഓക്കെ, വേഴ്സ് 6, റൂട്ടഡ് ആൻഡ് വാക്ക്. നടക്കുക, വേരൂന്നുക. ഈ റൂട്ടഡ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം മനസ്സിൽ വരുന്ന ചിത്രങ്ങളൊന്ന് പറയാമോ? ഓടി പറയാമോ വേഗം, ടു സേവ് ടൈം? റൂട്ടഡ്, ട്രീ. ഓക്കെ, ട്രീ, അത് നമ്മൾ പറഞ്ഞു. വേറെ എന്തെങ്കിലും റൂട്ടിനെ പറ്റിയുള്ള എന്തെങ്കിലും റിഫ്ലക്ഷൻസ് നിങ്ങൾക്ക് പറയാനുണ്ടോ? റൂട്ട്. ഇംഗ്ലണ്ടിൻ്റെ ഒരു ക്രിക്കറ്റ് പ്ലെയറിൻ്റെ പേര് എന്താണ്? ജോ റൂട്ട് അല്ലേ? ലൈക്ക് രാഹുൽ ദ്രാവിഡ് ഓഫ് ഇന്ത്യ അല്ലേ? ജോ റൂട്ട് അല്ലേ? ഇംഗ്ലണ്ടിൻ്റെ ഗോട്ടാണ്. ഓക്കെ, എന്തോ? വൈഡ് സ്പ്രെഡ്. താങ്ക് യു മോനെ. യുവർ നെയിം? ആഷിഷ്. ആഷിൻ, താങ്ക് യു. വൈഡ് സ്പ്രെഡ്, ഇങ്ങനെ പടർന്ന് വിശാലമായി പോവുകയാണ്. ഓക്കെ, വേറെ എനി അതർ ഇമേജസ്? എന്തോ കേൾക്കാൻ വയ്യ. ബേസ് അല്ലേ? അത് നമ്മൾ ദാറ്റ് സെർവ്സ് ആസ് എ ബേസ്. വെരി ഗുഡ്. എന്തോ? തോമസ്, ഹോശാന. പറഞ്ഞു മോനെ, പറഞ്ഞു. ആരോ റൂട്ട്. ഓക്കെ.
താങ്ക് യു. പോരട്ടെ, നിങ്ങളുടെ റിഫ്ലക്ഷൻസ് പോരട്ടെ. റൂട്ട്, ആരോ റൂട്ട്. ആ, ഇങ്ങോട്ട് വന്ന അമ്പ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? എനി അതർ ഫീഡ്ബാക്സ് ഓൺ റൂട്ട്? ഓക്കെ, താങ്ക് യു. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കാം, ഒറ്റ മിനിറ്റ് ശ്രദ്ധിക്കാം. ദ റൂട്ട്, വേരുകൾ, ജീവിതത്തിൻ്റെ വേരുകൾ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ദ അൺസീൻ ഡയമെൻഷൻ ഓഫ് ലൈഫ്, ദ ഇൻവിസിബിൾ ഡയമെൻഷൻ ഓഫ് ലൈഫ്. You can see the root a bit, but that is only a tip of the iceberg. നമുക്കാർക്കും ഒരു ട്രീയുടെ അതിൻ്റെ വേരുകളുടെ ആഴം കാൽക്കുലേറ്റ് ചെയ്യാം. അത് നമ്മൾ ഡിഗ് ചെയ്ത് മനഃപൂർവ്വമായി പോയെങ്കിൽ മാത്രമേ ടു വാട്ട് വേവ് ലെങ്ത് ഇറ്റ് സ്പ്രെഡ് ഇറ്റ് റൂട്ട്സ് എന്ന് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഒരു ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ വി കനോട്ട് ജഡ്ജ്, വി കനോട്ട് സീ, വി കനോട്ട് കാൽക്കുലേറ്റ്, വി കനോട്ട് ക്വാണ്ടിഫൈ. ലെറ്റ് മീ യൂസ് ദാറ്റ് ടേം. വി കനോട്ട് ക്വാണ്ടിഫൈ ഇൻ നമ്പേഴ്സ്, ബട്ട് ഇറ്റ് ഈസ് എ റിയാലിറ്റി. ഇവിടെയാണ് പ്രശ്നമിരിക്കുന്നത്. പോൾ സേസ് ബി റൂട്ടഡ് ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിൽ വേരൂന്നുവീൻ എന്ന അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്ന ജെൻസി കോണ്ടെക്സ്റ്റിൽ ദർ ഇസ് എ പ്രോബ്ലം വിത്ത് ഇറ്റ്. എന്തെന്നറിയോ? ഇൻ ദിസ് ജെൻസി ഏജ് എവ്രിതിങ് ഹാസ് ടു ബി വിസിബിൾ. വിസിബിൾ തിങ്സ് ആർ ദ റിയാലിറ്റീസ് ഓഫ് ലൈഫ്. For Gen Z world, the visible reality is the ontology of their life, and it serves as the optics of their life. ജീവിതത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ വരണം. You have to announce your presence. You have to be in front of the curtain. The ministry of behind the curtain is being challenged radically in this age. സ്റ്റേജിന് മുമ്പിൽ നിന്ന് നിറഞ്ഞാടുക എന്നുള്ളതാണ് എൻ്റെ പ്രസൻസിനെ വിളിച്ചറിയിക്കുന്നത്. സോ ദ വിസിബിൾ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്, ദ സീൻ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്, ദ ടാഞ്ചിബിൾ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് ഈസ് മോർ ക്രൂഷ്യൽ ആൻഡ് പവർഫുൾ ദാൻ ദ അൺസീൻ ആൻഡ് ഇൻവിസിബിൾ എലമെന്റ്സ് ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൻ്റെ കാണപ്പെട്ട കാര്യം, അല്ലെങ്കിൽ കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതല്ലേ? കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കാണാതെ നടക്കേണ്ട കാര്യങ്ങൾ നടക്കുന്നതിനെക്കാട്ടിലും പ്രാധാന്യം. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആസ് യു അറ്റൻഡ് ദിസ് തീം. നമ്മൾ ഈ ഒരു തീം കേൾക്കുന്നതിനായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഈ സഭയിലെ എൻ്റെ കുഞ്ഞനുജന്മാരെ, അനിയത്തിമാരെ, ഞാൻ വളരെ ആത്മാർത്ഥമായി പറയട്ടെ, നമ്മൾ ഈ ഒരു കാര്യത്തെ മനഃപൂർവ്വമായി മറക്കുന്നു എന്നുള്ളത് സത്യമാണ്. നമ്മളുടെ പ്രൊഫൈൽ, യു മെഷർ യുവർ വർത്ത് ഓൺ ദ ബേസിസ് ഓഫ് ദ പ്രൊഫൈൽ, ദ സെൽഫി യു ഹാവ് ടേക്കൺ, the achievements you have made, the educational qualifications you have, the belongings you have, the pedigree you have, the family traditional stories you have, the performance you make, likes, comments, following in various social media spectrum. You measure your worth only on the basis of this. ഇത് ചെയ്യാൻ പറ്റാതെ പോകുമ്പോഴാണ് ഇന്നലത്തെ തീം പ്രസൻറ്റേഷൻ വാസ് റിയലി ടച്ചിങ്. കാരണം ഈ ഒരു തീമിനെ ഒരു വിഷ്വൽ ആർട്ടിലൂടെ അൺപാക്ക് ചെയ്തൊരു സെഷനായിരുന്നു തീം പ്രസൻറ്റേഷൻ. എപ്പോൾ when
when we fail in the visible elements of life, we feel that we are not existing. ഇപ്പോൾ ഒരു പഠനം നോൺ സൂയിസൈഡൽ സെൽഫ് ഇഞ്ചുറി എന്നൊരു പഠനം നടക്കുന്നുണ്ട്, NSSI. എന്താണെന്നറിയോ? ജീവിതം അവസാനിപ്പിക്കുന്നില്ല, പക്ഷേ ശരീരത്തെ വ്യത്യസ്തമായ തരത്തിൽ മുറിക്കുകയാണ്. ആ പഠനത്തിൽ അവസാനത്തെ ഒബ്സർവേഷൻ ഫൈൻഡിങ് വളരെ വേദനാജനകമായിരുന്നു. ദ ജെൻസി മേക്സ് നോൺ സൂയിസൈഡൽ സെൽഫ് ഇഞ്ചുറി just to feel that they are living in the world. They are existing in the world. ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഈ വിസിബിൾ എലമെന്റ്സിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് ഐ എം മേക്കിംഗ് പെയിൻ, ഐ എം മേക്കിംഗ് ഇഞ്ചുറി ഇൻ മൈ ലൈഫ്. സോ ഐ ഗെറ്റ് ദ വൈബ് ദാറ്റ് ഐ എം ലിവിങ്. ഞാൻ ജീവിക്കുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഉള്ള വ്യത്യസ്തമായിട്ടുള്ള ഡിസ്റ്റോർട്ടഡ് അറ്റംപ്റ്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കർത്താവിൽ പ്രിയരെ, റൂട്ട്സ് ഡസൻറ്റ് വർക്ക് ലൈക്ക് ദിസ്. റൂട്ട്സ് ടേക്സ് ഇൻ സൈലൻസ്. റൂട്ട്സ് ടേക്സ് ഇറ്റ്സ് ഫ്ലഷ് പ്രൈവറ്റ്ലി, സൈലന്റ്ലി, ഇൻ ദ ഡാർക്ക്നെസ്, അണ്ടർനീത്ത് ദ എർത്ത്. That is an invisible action in your life. ജീവിതത്തിൽ ആർക്കും കാണാത്ത തലങ്ങളിൽ നടക്കുന്ന ഒരു വലിയ ഫോർമേറ്റീവ് പ്രാക്ടീസാണ് ഈ റൂട്ടിംഗ് എന്ന് പറയുന്നത്. സങ്കീർത്തനം 51 സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, അന്തർഭാഗത്തിലെ, ബാക്കി ആർക്ക് പറയാം, സത്യമല്ലോ നീ ആഗ്രഹിക്കുന്നത്. അന്തർഭാഗത്തിലെ സത്യം, the honesty of your inner being is being desired. അന്തർഭാഗത്തിലെ സത്യം, നിങ്ങളുടെ വസ്ത്രത്തെ അല്ല, നിങ്ങളുടെ ഹൃദയങ്ങളെ കീറിമുറിക്കുവിൻ. ഹൃദയങ്ങളെ കീറിമുറിക്കുന്ന ആർക്കെങ്കിലും കാണാമോ? The unseen, the invisible elements of your life. പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആദ്യത്തെ സന്ദേശം, the invisible aspects of your life shapes the visible reality of your life. ജീവിതത്തിൽ ആരും അറിയാതെ നിങ്ങളുടെ സ്വകാര്യതയിൽ നിങ്ങൾ ദൈവത്തോട് കൂടെ ചേർന്ന്, when you engage with the God privately, that shapes the public conduct of your life. നിങ്ങളുടെ പരസ്യ ജീവിത അനുഭവങ്ങളെ ബലപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഒരു രഹസ്യ ക്രിസ്താനുഭവം ഉണ്ടാവണം. ബിങ് ചുൽ ഹാൻ എന്ന് പറയുന്ന ഒരു കൊറിയൻ തിയോളജിയൻ, ഫിലോസഫറാണ്. അദ്ദേഹം പറയുന്ന ഒരു വാക്ക്, modern culture creates an illusion that everything is possible. ഇന്നത്തെ അത്യാധുനിക യുഗം നമ്മളുടെ മുമ്പിൽ നൽകുന്ന ഒരു നറേറ്റീവ് എന്ന് പറയുന്നത് എല്ലാവർക്കും സാധ്യമാണ്. മറ്റുള്ള ഒരാൾ ജീവൻ ചെയ്യുന്നത് ജോയലിനും പറ്റും, ജോയൽ ചെയ്യുന്നത് ആരണിനും പറ്റും, ആരൺ ചെയ്യുന്നത് ബ്രിറ്റിക്കും പറ്റും എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു ജീവിതം. And that kind of narrative creates enormous pressure, and the generation is being pulverized and continuously pressurized by this narrative. Everything is possible with you. നിന്നെക്കൊണ്ട് എല്ലാം സാധ്യമാണ്. And eventually it is leading us to a burnout society. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിൻ്റെ പേര് തന്നെ ബേൺഔട്ട് സൊസൈറ്റി എന്ന് തന്നെയാണ്. ക്ഷീണിച്ചു പോകുന്ന തലമുറ, ചിറക് അറ്റുപോകുന്ന തലമുറ, തളർന്നു പോകുന്ന തലമുറ. തളർന്നു പോകുന്നത് കരുത്തില്ലാത്തത് കൊണ്ടല്ല. ഞാൻ പറയട്ടെ, ഈ ലോകത്തിലുള്ള ഏത് യുഗങ്ങളെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ക്രിയേറ്റിവിറ്റിയും ഏറ്റവും
ഏറ്റവും കൂടുതൽ അത്യാധുനികമായിട്ടുള്ള മോഡേൺ ടെക്നോളജിയും ജീവിതത്തിൻ്റെ കൈമുതലായിട്ടുള്ള ഒരു സമൂഹത്തോടുകൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനെപ്പറ്റി പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. എന്നാൽ ഈ ഒരു പ്രഷർ നമ്മുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഒരു സംഘർഷമുണ്ട്. ദ കോംപ്ലക്സിറ്റി ദാറ്റ് ദിസ് നറേറ്റീവ് ക്രിയേറ്റ്സ് ഇൻ ലൈഫ് ആൻഡ് ദാറ്റ് ലീഡ്സ് അസ് ടു ബേൺ ഔട്ട്. അത് മാത്രമല്ല, അദ്ദേഹം പറയുന്നു, ബിൻജുങ് ഖാൻ പറയുന്നു, ഇൻ ദാറ്റ് പ്രഷർ, when you succumb yourself in that pressure, you are exploiting yourself. നമ്മൾ കേൾക്കുമായിരുന്നു മറ്റുള്ളവനെ ചൂഷണം ചെയ്യുക എന്ന് കേൾക്കുമായിരുന്നു ഒരു കാലത്ത്. എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത്, ഈ ഒരു സമ്മർദ്ദത്തിന് നമ്മൾ ഇരയാകുമ്പോൾ നാം നമ്മെ തന്നെ ചൂഷണം ചെയ്യുന്നു. We are exploiting ourselves. 2 വാക്കുകൾ ഞാൻ പറയട്ടെ. ഡിട്രിച്ച് ബോൺഹോഫർ, നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണ്, ജർമ്മൻ തിയോളജിയനാണ്. അദ്ദേഹം പറഞ്ഞ 2 വാക്കുകൾ, അദ്ദേഹം പറഞ്ഞ 2 വാക്കുകൾ, സീക്രട്ട് ഡിസിപ്ലിൻസ് ആൻഡ് ഹോളി വേൾഡിനെസ്. സീക്രട്ട് ഡിസിപ്ലിൻസ്, ഡിട്രിച്ച് ബോൺഹോഫർ പറയുകയാണ്, ജീവിതത്തിൽ കാലഘട്ടം ഉയർത്തുന്ന സമ്മർദ്ദങ്ങളുടെ മുമ്പിൽ തളർന്ന് താളടിയായി പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു രഹസ്യ ശിഷ്യത്വം ഉണ്ടാവണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ there were secret disciples എന്നാണ് പറയുന്നത്. And that secret disciples played pivotal role in crucial junctures of Jesus' ministry. When the leading community moved away from the mainline ministry of the church, it is the secret disciples step in and filled the ministry of Jesus Christ. ഇത് ഒരു പുതിയ നിയമ പഠനത്തിൻ്റെ ഒബ്സർവേഷനാണ്. സീക്രട്ട് ഡിസൈപ്പിൾഷിപ്പ്, ഒരു രഹസ്യ ക്രിസ്താന്വേഷണം. മുമ്പേ മോള് പറഞ്ഞ വാക്കുണ്ടല്ലോ, സീക്കിംഗ്. നിങ്ങൾ ഒറ്റയ്ക്ക് ദൈവസന്നിധിയിലിരുന്നുള്ള പ്രാർത്ഥന. ആരും കൂടെ ഇല്ലെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്ക്, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ടാക്സി ഓടിക്കുകയാണ് കേട്ടോ, അടുത്ത ടാക്സിയുടെ കോൾ വെയിറ്റ് ചെയ്ത് വരുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് ഗ്യാപ്പ്. ആ 5 മിനിറ്റ് ഗ്യാപ്പിൽ നമ്മളാണ് എന്തോ ചെയ്തേനെ? നമ്മളെന്ന് പറയണ്ട, ഞാനായിരുന്നു എന്തോ ചെയ്തേനെ? വാഴ 2 ഒരു 10 മിനിറ്റ് കണ്ടേനെ അല്ലേ? എന്നാൽ ആ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ ടാക്സിയിൽ വേദപുസ്തകം, ഡാഷ്ബോർഡിൽ വേദപുസ്തകം ഇരിക്കുന്ന ജെൻസി, ഇത് ജെൻസിയുടെ ഒരു ഡിഫറെൻറ്റ് ടേക്കാണ് കേട്ടോ. സീക്രട്ട് ഡിസൈപ്പിൾഷിപ്പ്. അടുത്ത വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, ഹോളി വേൾഡിനെസ്. ഈ ഹോളി വേൾഡിനെസ് എന്നൊരു വാക്ക് ഒരു പാരഡോക്സ് ആണ്, അതൊരു ഓക്സിമോറോനാണ്, ഒരു വൈരുദ്ധ്യമാണ്. ചേർച്ചയില്ലാത്ത 2 പദങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഒരു പുതിയ അടയാളങ്ങൾ തരികയാണ്. ഹോളി ആൻഡ് വേൾഡ്. നമ്മളോട് പരമ്പരാഗതമായി നമ്മളോട് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പഠിപ്പിക്കൽ എന്ന് പറയുന്ന, മക്കളെ, ലോകത്തിൽ മുഴുവൻ പാപമാണ്, ലോകത്തിൽ മുഴുവൻ പാപം. അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധരായിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ചാബല്യങ്ങളോട് സമരസപ്പെടരുത്. ഡോണ്ട് കൺഫേം യുവർ സെൽഫ് ടു ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ദ വേൾഡ്. റോമൻസ് 12. ഡിട്രിച്ച് ബോൺഹോഫർ നമ്മളോട് പറയുന്നു, നിങ്ങൾ ലോകത്തിൽ നിന്ന് അകലം പാലിക്കുന്നതിലൂടെ അല്ല നിങ്ങളുടെ ഡിസൈപ്പിൾഷിപ്പ് ഫോം ചെയ്യുന്നത്. യു ആർ ക്രിയേറ്റഡ് in the world by heaven to make a difference in the world so that heaven may be pleasing upon you. നിങ്ങളെ സ്വർഗം ഈ ലോകത്തിൽ സൃഷ്ടിച്ചത് ഈ ലോകത്തിൽ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഒരു വലിയ രൂപാന്തരം ഉണ്ടാകുന്നതിന്, ചലനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. ആ ചലനങ്ങൾ സ്വർഗത്തെ ചിരിപ്പിക്കട്ടെ. Let the dynamic that you bring in your life make a big smile in heaven. സ്വർഗത്തിൽ ഒരു വലിയ ചിരി ഉണ്ടാകട്ടെ എന്ന് ഡിട്രിച്ച് ബോൺഹോഫർ. അതുകൊണ്ട് ചേരാത്ത 2 കാര്യങ്ങളാണ് ഹോളി വേൾഡിനെസ്. ഹോളി വേൾഡിനെസ് നമുക്കതിനെ ഒന്ന് ഇലുസ്ട്രേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? നിങ്ങൾ താമര കണ്ടിട്ടുണ്ടോ? താമര കൊച്ചു പുഴകളിൽ അല്ലെ, പാടങ്ങളിൽ
വേറെ രീതി കാണില്ല കേട്ടോ, ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വന്നാൽ വേറെ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. താമര നിൽക്കുന്നത് എവിടെയാണ്? എവിടെയാണ്? ചെളിയിലാണ്. എന്നാൽ താമരയുടെ എതളുകളിൽ ആ ചെളിയുടെ കണിക താമരയുടെ എതളുകൾ എത്ര സുന്ദരിമാരാണ്, എത്ര സുന്ദരന്മാരാണ്, സുമുഖന്മാരാണ്, സുസ്മേധവരന്മാരാണ് അല്ലേ? എന്നാൽ നിൽക്കുന്നത് ചെളിയിലാണ്. ചെളിയിൽ നിൽക്കുമ്പോഴും എതളുകളിൽ ചെളിയുടെ ഒരു പോറൽ പോലും ഇല്ലാതെ നിൽക്കുക, ഹോളി വേൾഡിനെസ്. ഈ ലോകത്തിൽ പാപമുണ്ട് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണെങ്കിലും ഈ പാപത്തിൽ നമ്മൾ നിൽക്കുമ്പോഴും ലോട്ടസിന്റെ പെറ്റൽസിനെ പോലെ അതിൻ്റെ ചെളിയുടെ ഒരു കണിക പോലും ഏശാതെ ജീവിക്കാൻ സാധിക്കും എന്ന് പഠിപ്പിക്കുന്ന ഒരു ചിന്താധാരയാണ് ഹോളി വേൾഡിനെസ്. You are created in the world to make a meaning and difference in the world. കർത്താവിൽ പ്രിയരെ, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് മറ്റൊരു ഇമേജറി കൂടി ഉപയോഗിക്കുന്നുണ്ട്. വാക്ക് വിത്ത് ദ ലോർഡ്. വാക്ക് വിത്ത് ദ ലോർഡ്. ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നടക്കുക. വാക്ക് വിത്ത് ദ ലോർഡ്. എന്താണ് ഈ വാക്ക് വിത്ത് ദ ലോർഡ്? അതോട് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് ഒന്ന് പോകാം. വാക്ക് വിത്ത് ദ ലോർഡ്. ഈ വാക്ക് വിത്ത് ദ ലോർഡ് എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, നമ്മുടെ പള്ളിയിലെ യുവജന സഖ്യത്തിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ റിപ്പോർട്ടുകളൊക്കെ എഴുതും. നമ്മൾ ജൂൺ മാസം ഇത് ചെയ്തു, ജൂലൈ മാസം ഇത് ചെയ്തു, ഓഗസ്റ്റിൽ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ we make a big report of the work that we do in the church. That is absolutely fine. That is commendable. എന്നാൽ ഒരു വാക്ക് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. വർക്കിംഗ് ഫോർ ദ ലോർഡ് without walking with the Lord is performative. Working for the Lord without walking with the Lord is performative. ജീവിതത്തിൽ യേശുവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ യേശുവിനോട് കൂടെ നടക്കാതെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒരു പ്രദർശനമാണ്. ഇറ്റ്സ് എൻ എക്സിബിഷൻ. വേദപുസ്തകത്തിൽ നമ്മൾ പറയും, വേദപുസ്തകത്തിൻ്റെ ഹീറോസ് ഓഫ് ദ ബൈബിൾ, ദ ഫെയ്ത്ത് പില്ലേഴ്സ് ഓഫ് ദ ബൈബിൾ, വിശ്വാസ സ്തൂപങ്ങൾ, വേദപുസ്തകത്തിലെ വിശ്വാസ സ്തൂപങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ദേ ഓൾ ആർ ഓർഡിനറി പീപ്പിൾ ഹാവിങ് ഓർഡിനറി ലൈഫ് സ്കിൽസ് ഇൻ ദ ഓർഡിനറി സെറ്റിംഗ്സ് ഓഫ് ലൈഫ്. But how they became extraordinary, the only reason is their consistent, perseverant walk with the Lord. അവരുടെ നിരന്തരമായിട്ടുള്ള യേശുവിനോട്. ഹാനോക്ക് ബാക്കി പറഞ്ഞേ ദൈവത്തോടു കൂടെ നടന്നു. ബാക്കി പറഞ്ഞേ ദൈവം അവനെ എടുത്തുകൊണ്ടുപോയി. It is the walk with the Lord that makes work with the Lord magnanimity. ജീവിതത്തിൽ കർത്താവിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചലനാത്മകമാക്കി മാറ്റുന്നത് ക്രിസ്തുവിനോട് കൂടെ ചേർന്നുള്ള നിങ്ങളുടെ നടപ്പാണ് എന്ന് പറയും. ബി റൂട്ടഡ്, ഗ്രൗണ്ടഡ് ഇൻ ക്രൈസ്റ്റ്. പ്രിയപ്പെട്ട മക്കളെ, വി ആർ ലിവിങ് ഇൻ ദ സ്നെയർ ഓഫ് ഹൈ വിസിബിലിറ്റി. ഇന്നത്തെ കാലഘട്ടത്തെ അടയാളപ്പെടുന്ന നല്ലൊരു വാക്കാണത് കേട്ടോ, സ്നെയർ ഓഫ് ഹൈ വിസിബിലിറ്റി. അപാരമായ അപകടപരതയുടെ കെണി. ഈ അപാരമായ അപകടപരതയുടെ കെണിയിൽ പിടിച്ചു നിൽക്കാൻ വിസിബിൾ ആസ്പെക്ട്സ് ആൻഡ് വാക്ക് വിത്ത് ദ ലോർഡ്. 2, എക്വിപ്ഡ് ഇൻ ക്രൈസ്റ്റ്. നമുക്ക് കുറച്ചുകൂടെ വേഗം നീങ്ങാം. എൻ്റെ സമയം എപ്പോഴാണ് അവസാനിക്കുന്നത്? തീരാറായി അല്ലേ? പെട്ടെന്ന്. എൻ്റെ ദൈവമേ. എക്വിപ്ഡ് ഇൻ ക്രൈസ്റ്റ് പെട്ടെന്ന് നമുക്ക് നിർത്താം. ഈ എക്വിപ്ഡ് എന്നുള്ള വാക്ക്, ഈ റൂട്ടഡ് എന്നുള്ള വാക്ക് ഗിവൺ ഇൻ എ ഗുഡ് സെറ്റിംഗ്, ഒരു നല്ല അന്തരീക്ഷത്തിൽ, നല്ല മണ്ണിൽ, നല്ല ഇടങ്ങളിൽ നിങ്ങളൊരു ചെടിയെ നട്ടാൽ അത് മണ്ണിനോട്, സൂര്യനോട്, വളങ്ങളോട്, വെള്ളത്തോട് അത് എൻഗേജ് ചെയ്ത് ഇറ്റ് വിൽ ടേക്ക് റൂട്ട്സ്. എന്നാൽ ഈ എക്വിപ്ഡ് എന്നുള്ള വാക്ക് ദാറ്റ് ഷോസ് ദ ഇൻറ്റൻഷണൽ വർക്ക് ഓഫ് യുവർ ലൈഫ്. ഇപ്പോൾ ഒരു ബിൽഡിംഗ് അത് 2 നിലയാകണോ 3 നിലയാകണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഒരു നിലയിൽ 2 മുറി വേണോ 3 മുറി വേണോ നിങ്ങൾ തീരുമാനിക്കണം.
That is an intentional choice you make. And that intentional choices serves as a building block of your life. ഈ ഹെറസീസ് വന്ന് ഈ സഭ ശിഥിലീകരിക്കപ്പെടുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, യു ഹാവ് ടു മേക്ക് ഇൻറ്റൻഷണൽ ചോയ്സ്. എന്താണെന്നറിയാമോ? ഇവിടെ അവരുടെ മുമ്പിൽ ഓഫർ ചെയ്യുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രൈസ്റ്റ് പ്ലസ്. ദേ ആർ നോട്ട് റിജക്റ്റിംഗ് ക്രൈസ്റ്റ്, ബട്ട് ക്രൈസ്റ്റ് പ്ലസ്. ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് ഹിഡൻ സീക്രട്ട്, ഹിഡൻ വിസ്ഡം, മിസ്റ്റിക് പ്രാക്ടീസസ്, ഏഞ്ചലിക് വിഷൻ, ഇങ്ങനെയുള്ള ധാരാളം ജൂയിഷ് എക്സ്ക്ലൂസിവിസം, ഇങ്ങനെയുള്ള ധാരാളം ആസ്പെക്ട്സ് ഓഫ് ലൈഫ് അവർ പറയുന്നു ക്രൈസ്റ്റ് പ്ലസ്. പക്ഷേ പോൾ പറയുന്നു, പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രൈസ്റ്റ് അലോൺ. Christ alone. That is a single axis framework. When Colossian church engages with multiple axis framework to build their spirituality, Paul says, no, it's not possible. It's Christ alone, because Christ is sufficient. In അച്ഛൻ പാടിയ പാട്ട് in Christ alone എന്ന് പറഞ്ഞ പാട്ട് പാടിയാണല്ലോ നിർത്തിയത്. In Christ alone, ക്രിസ്തു മാത്രം മതി. എക്വിപ്ഡ്. ഞാനൊരു ഇൻറ്റൻഷണൽ ചോയ്സ്, ബോംബെയിൽ ഒരു പള്ളിയിൽ ശുശ്രൂഷയ്ക്കായി പോയ സമയത്ത് നമ്മുടെ സഭയുടെ ഒരു പ്രവർത്തനം പരിചയപ്പെടുത്തി. ആ പള്ളിയിൽ പ്രത്യേകിച്ച് 30 കുഞ്ഞുങ്ങൾ, പെൺകുട്ടികൾ, ഈ കൗഡങ് കേക്ക്സ്, ചാണകത്തിൻ്റെ കേക്ക് ഉണ്ടാക്കി വഴിയരികിലിരുന്ന് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഓർഫൻസ്, സെമി ഓർഫൻസ്, അനാഥരായിട്ടുള്ള എയ്ഡ്സ് രോഗികളുടെ മക്കൾ. ഈ പ്രവർത്തനങ്ങളെപ്പറ്റി ഒന്ന് പരിചയപ്പെടുത്തുന്ന സമയം, ആരാധന കഴിഞ്ഞു, പെട്ടെന്ന് പറയാം, സമയം പോകുന്നുണ്ട്, പെട്ടെന്ന് പറയാം. ആരാധന കഴിഞ്ഞു, അവിടുത്തെ വികാരിയച്ഛൻ പറഞ്ഞു, അച്ഛൻ ഒരു ആൾ ക്യാൻസർ രോഗം വന്ന് വളരെ വളരെ മരണാസന്നയായി കിടക്കുകയാണ്, നമുക്കൊന്ന് പോയി പ്രാർത്ഥിക്കാം. ഞങ്ങൾ ചെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവിടുത്തെ കൊച്ചുമകൾ ജൻസി, കൊച്ചുമകൾ വന്നിട്ട് എന്നോട് പറയുന്നു, അച്ഛാ, എൻ്റെ അമ്മച്ചി എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമാണ്, ജീവിതത്തിൽ കിട്ടുന്ന പണം അത് ശേഖരിച്ചു വെക്കണം. ശേഖരിച്ചു വെച്ചിട്ട് നീ ഒരു പ്രൊഫഷണൽ കോഴ്സിനൊക്കെ പോയി നീ കുടുംബത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ നീ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ആ പ്ലാൻ നിൻ്റെ ലൈഫിൽ വളരും, അതൊരു നല്ലൊരു മണി പ്ലാനായി മാറും. അതുകൊണ്ട് നീ കിട്ടുന്ന പോക്കറ്റ് മണി ഉണ്ടല്ലോ, പിഗി ബാങ്ക് പോക്കറ്റ് മണി, അത് നീ നഷ്ടപ്പെടുത്തരുത്, നീ സൂക്ഷിച്ചു വെക്കണം. എന്നിട്ട് ഈ കൊച്ചുണ്ടല്ലോ, ഒരു ജൻസി കൊച്ചാണ്. ഈ കൊച്ച് ഈ കുട്ടിക്കുറ കണ്ടിട്ടുണ്ടോ? പൗഡർ, കുട്ടിക്കുറ കുട്ടിക്കുറയുടെ ഒരു പൗഡർ ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്, പൗഡർ ടിന്നാണ്. അതിലൊരു കിഴുത്ത ഇട്ടിട്ടാണ് ഈ കുട്ടിക്കുറയുടെ പൗഡർ ടിൻ എന്നെ ഏൽപ്പിച്ചിട്ട് പറയുന്നു, അച്ഛാ, ഇന്നത്തെ ആരാധനയിൽ ഞാൻ മനസ്സിലാക്കി, this is the best investment plan I can engage in my life. Gospel is the best investment plan I can engage in my. ഒരു ജൻസി കുട്ടി, ഞാൻ പറഞ്ഞു ഇതെല്ലാം ജൻസിയുടെ വ്യത്യസ്തമായ വിറ്റ്നസ് ആണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ജൻസിയെ പറ്റിയുള്ള ഡിഫറെൻറ്റ് പിക്ചറൈസേഷൻ നടത്തുമ്പോൾ ഇങ്ങനെയും ഉണ്ട് ആളുകൾ. ഇന്ന് ദേവാലയത്തിൽ ഞാൻ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ, ദൈവവചനം കേട്ടിരുന്നപ്പോൾ ദൈവം എന്നോട് പറയുന്നു, നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഇത്, ഈ സുവിശേഷത്തിൽ നിൻ്റെ ജീവിതത്തെ ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് യുവർ ലൈഫ് ഇൻ ദ ഗോസ്പൽ ആൻഡ് ദ ഗോസ്പൽ വിൽ ബിൽഡ് യു. ഇത് ഈ കുട്ടി ജീവിതത്തിലെടുത്ത ഇൻറ്റൻഷണൽ ചോയ്സാണ് കേട്ടോ. ദിസ് ഇസ് എൻ ഇൻറ്റൻഷണൽ ചോയ്സ്, വെറുതെ സംഭവിച്ചതല്ല. 3, അവസാനമായി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വേഗം ഞാൻ നിർത്താം. നെറ്റ്വർക്ക് ഇൻ ക്രൈസ്റ്റ്. ഈ നെറ്റ്വർക്ക് എന്നുള്ളൊരു ആശയം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ബിസിനസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഫീൽഡാണല്ലോ. അവിടെ എന്താണ് നമ്മൾക്ക് പെട്ടെന്ന് നമുക്ക് പറയാം. നിങ്ങൾ കുറച്ച് പേര് ഒന്ന് ഡിസ്കണക്ട് ചെയ്തോ? സ്കൂട്ടായോ? സ്വിച്ച് ഓഫ് ചെയ്തോ? ഇല്ല, പെട്ടെന്ന് 2 മിനിറ്റോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ നെറ്റ്വർക്ക് എന്നുള്ള വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഒരു മാർക്കറ്റിംഗ് മേഖലയിലാണ്. അത്
how the network works in the business industry. Highly censored, highly planned, a big workout behind the action, competent field, competent devices, compatible devices. ചേരുന്ന ആളുകൾ ചേരുമ്പടി ചേർത്ത് ഡിവൈസ് ഉണ്ടാക്കി സൃഷ്ടിക്കുന്ന ഒരു ശൃംഖലയാണ് നെറ്റ്വർക്ക്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഉപയോഗിക്കുന്ന ഇമേജ് എന്നറിയാമോ? ഓവർഫ്ലോയിങ്. അതിൻ്റെ അർത്ഥം ഇതൊട്ടും ഇൻറ്റൻഷണൽ അല്ല. ഇൻറ്റൻഷണലായിട്ട് ചെയ്യുന്നതിനെ ഞാൻ വിമർശിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. പക്ഷേ ദ ഒറിജിനൽ മീനിങ് ഓഫ് നെറ്റ്വർക്ക് ഇൻ ദിസ് പാസേജ് ഈസ് ദ നാച്ചുറൽ, the spontaneous, the inner overflow of your life. നിങ്ങൾ ഒരിടത്ത് ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യം ആ ഇടത്ത് നൽകുന്ന സന്ദേശം, that is network. That is the network. It is the spontaneous overflow. അവിടെ ഉപയോഗിക്കുന്ന വാക്ക് നദി എന്നുള്ളൊരു വാക്കാണ്. നിങ്ങളുടെ പേര് വെച്ച് ഒന്ന് പറഞ്ഞു നോക്കിയേ. നിങ്ങളുടെ പേര് ഇപ്പോൾ അബു അല്ലെങ്കിൽ ബെൻ അല്ലെങ്കിൽ ജോയൽ. ഞാൻ ഒരു പുഴയാണ്. ഞാൻ ഒരു പുഴയാണ്. ഈ പുഴ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഒഴുകുന്നിടത്തോളം കാലം ഒഴുകുന്ന ഇടങ്ങളിൽ ജീവൻ കൊടുത്തുകൊണ്ടേയിരിക്കും. ഒന്ന് പറയാമോ? ഞാൻ ഒരു പുഴയാണ്. ഞാൻ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഒഴുകുന്നിടത്തോളം കാലം ഒഴുകിയെത്തുന്ന ഇടങ്ങളിൽ ജീവൻ നൽകിക്കൊണ്ടേയിരിക്കും. ദിസ് ഇസ് നെറ്റ്വർക്ക്. ദിസ് ഇസ് നെറ്റ്വർക്ക്. 4 ആൾ ചേർന്ന് ഒരു പക്ഷപാതക്കാരനെ ചുമന്നു കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞില്ല, വ്യാഴാഴ്ച രാവിലെ 9:45 നമുക്ക് ഇന്ന ജംഗ്ഷനിൽ കൂടി പക്ഷപാതക്കാരനെ നമുക്ക് കൊണ്ടുപോകാം എന്നവർ പറഞ്ഞില്ല. ഞാൻ വിശ്വസിക്കുന്നു അവരും ആ പത്രോസിൻ്റെ വീട്ടിലേക്ക്, അമ്മായിമ്മയുടെ വീട്ടിലേക്ക് യേശുവിനെ കാണാനായിട്ട് പോകുന്ന സമയത്ത് ഇങ്ങനൊരു മനുഷ്യനെ കണ്ടപ്പോൾ യേശു അവരുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ട്, because Jesus is already rooted in them and Jesus was already building them, they took that lame person, മുടന്തനായ മനുഷ്യനെ ചുമന്നുകൊണ്ട് ആ വീട്ടിലെ. That is an ideal picture of network. This is not a planned one. This is not a meticulous implementation. This is not a thought out action, but it is a genuine, authentic overflow of your life. ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അറിയാതെ ഒഴുകി വരുന്നൊരു പുഴയാണ്. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒരു ഉറവയുണ്ട്. ആ ഉറവയുള്ളിടത്തോളം കാലം നിങ്ങൾ ഒഴുകിക്കൊണ്ടേയിരിക്കും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവിൽ പ്രിയരെ, നമ്മളിന്ന് കേട്ടത് ക്രിസ്തുവിൽ വേരൂന്നുക, ഗ്രൗണ്ടഡ് ഇൻ ക്രൈസ്റ്റ്. ദ unseen and the invisible aspect of life, equipped by Christ, the building blocks, the intentional choices you make in your life. 3, നെറ്റ്വർക്ക് എന്നുള്ളത് നമ്മൾ മനഃപൂർവ്വമായി റിപ്പോർട്ട് എഴുതാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന സംഭവങ്ങളല്ല. The natural, the spontaneous overflow like a river. ഒഴുകി, ഞാനൊരു പുഴയാണ്. പുഴ ഒഴുകുന്നു. ഒഴുകുന്ന ഇടങ്ങളിൽ, ഒഴുകിയെത്തുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ജീവൻ കൊടുത്തുകൊണ്ടേയിരിക്കും. I came so that you can have life in its plenitude. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്റ്റുഡൻസ് കോൺഫറൻസിൽ ഒരു കാലഘട്ടത്തിൽ നിരന്തരമായി പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൻ്റെ വിളിയും നിയോഗവും അതുമായി ഞാൻ റെസ്ല് ചെയ്ത സമയത്ത് ഈ സ്റ്റുഡൻസ് കോൺഫറൻസിൻ്റെ വേദികളിൽ ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിൽ പഠിച്ച ഒരു പാട്ട്, നമുക്ക് ആ പാട്ടിൻ്റെ ഒരു ചരണം പാടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അറിയാവുന്നവർക്ക് കൂടെ പാടാം. ദേഹം
ദൈവത്തിൻ ഗേഹം, ദേഹം ദൈവത്തിൻ ദാനം, അതു ജീവനും വിശുദ്ധിയും നിറഞ്ഞ യാഗമായി യേശുവിൻ കൈകളിൽ നൽകിടാ. ദേഹം ദൈവത്തിൻ ഗേഹം, ദേഹം ദൈവത്തിൻ ദാനം, അത് ജീവനും വിശുദ്ധിയും നിറഞ്ഞ യാഗമായി യേശുവിൻ കൈകളിൽ നൽകിടാ. തൻ സ്നേഹം പകുത്തു നൽകിടാൻ, തൻ സ്നേഹം വരിച്ചു കാൽവറി, തൻ സ്നേഹം പകുത്തു നൽകിടാൻ, തൻ സ്നേഹം വരിച്ചു കാൽവറി. ദേഹവും ദേഹിയും ഒന്നുപോൽ യാഗമായി ക്രൂശതിൽ. ദേഹം ദൈവത്തിൻ ഗേഹം, ദേഹം ദൈവത്തിൻ ദാനം, അതു ജീവനും വിശുദ്ധിയും നിറഞ്ഞ യാഗമായി യേശുവിൻ കൈകളിൽ നൽകിടാ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഞങ്ങളുടെ ദേഹം ദൈവത്തിൻ്റെ ഗേഹമാണല്ലോ. അത് ജീവനും വിശുദ്ധിയുമുള്ള യാഗമായി കർത്താവിൽ വേരൂന്നി, കർത്താവിൽ പണിയപ്പെട്ട്, കർത്താവിൽ കവിഞ്ഞൊഴുകുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സമർപ്പണം സ്വീകരിക്കണമേ. ഒരു പുഴയായി നിൻ്റെ സാക്ഷ്യമായി കവിഞ്ഞൊഴുകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സ്റ്റുഡൻസ് കോൺഫറൻസിനെയും ഈ കോൺഫറൻസിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണം. യേശു മിശിഹായുടെ ധന്യമുള്ള നാമത്തിൽ തന്നെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ യുവർ പേഷ്യൻ്റ് ലിസണിങ്. യു ആർ എ വണ്ടർഫുൾ ലിസണർ. നല്ലൊരു കയ്യടി. താങ്ക് യു സോ മച്ച്. ഈ അവസരം നൽകിയ കോൺഫറൻസ് കമ്മിറ്റിയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കും. ഗോഡ് ബ്ലെസ്.